ആടാ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കുലർ മോഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സർക്കുലർ മോഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സർക്കുലർ മോഷൻ രണ്ട് തരമുണ്ട്. ഒന്ന് യൂണിഫോം സർക്കുലർ മോഷൻ, രണ്ട് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. ഇപ്പം നമ്മളെപ്പോഴാണ് യൂണിഫോം മോഷൻ എന്ന് വിളിക്കുക? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അല്ലേ? അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കണമെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആംഗുലാർ വെലോസിറ്റി എന്താ? ആംഗുലാർ വെലോസിറ്റി എന്ന് വെച്ചാൽ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. അത് കോൺസ്റ്റൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ആംഗിൾസ് കവർ ചെയ്താൽ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ എഴുതി വെച്ചോളൂ, സർക്കുലർ മോഷൻ ആർ ഓഫ് ടു ടൈപ്സ്. ഒന്ന് യൂണിഫോം സർക്കുലർ മോഷൻ, രണ്ട് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. അടുത്ത സൈഡിൽ യൂണിഫോം സർക്കുലർ മോഷൻ. ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ആംഗിൾസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, the motion is known as uniform circular motion, or we say angular velocity is a constant. Non-uniform circular motion, non-uniform circular motion. If body covers unequal angles in equal intervals of time, the motion is known as non-uniform circular motion. In non-uniform circular motion, angular velocity is not a constant. Just like ഇപ്പോൾ വെറുതെ ഒരു മിമിക്രി പോലെ കാണിച്ചാൽ ഇങ്ങനെ കറങ്ങിയാൽ, നമ്മൾ വല്യച്ഛൻ്റെയൊക്കെ വണ്ടീൻ്റെ ബാക്കിലിരുന്നാൽ, വല്യമ്മാവൻ്റെയൊക്കെ വണ്ടീൻ്റെ ബാക്കിലിരുന്നാൽ, കൈനറ്റിക്കിൻ്റെ ബാക്കിലിരുന്നാൽ ഉറങ്ങിപ്പോല്ലേ? ഒരേ ടോണായിരിക്കും. വെറുതെ പറയാം, കൃത്യമായി പറയുന്നത് ശരിയല്ല. അവരുടെ ചക്ര അപ്പം കറങ്ങുന്നത് യൂണിഫോം സർക്കുലർ മോഷനിലാണ്. എല്ലാ 5 സെക്കൻഡിലും അല്ലെങ്കിൽ എല്ലാ 1 മിനിറ്റിലും വല്യമ്മാവൻ കവർ ചെയ്യുന്ന ഒരേ ദൂരമാണ്. നേരെ മറിച്ച് നമ്മളെ ചേട്ടൻ്റെ ബാക്കിൽ നിന്നാലും ഫ്രീക്കൻ ചേട്ടൻ്റെ ബാക്കിൽ പോലെ, അല്ലെങ്കിൽ ഒരു കയറ് കല്ലിട്ട് കറക്കാണ്, അങ്ങനെ കറക്കുമ്പോൾ അത് നോൺ യൂണിഫോം സർക്കുലർ മോഷനാണ്. കാര്യം സമയം മാറുന്നതിനനുസരിച്ച് കവർ ചെയ്യുന്ന ആംഗിൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട്. അത് നോൺ യൂണിഫോം. ഒരേ താളത്തിൽ കറങ്ങുമ്പോഴാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കുക. ഇനി സർക്കുലർ മോഷനിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ സർക്കുലർ മോഷനിൽ ആദ്യം നമുക്ക് യൂണിഫോം സർക്കുലർ മോഷൻ്റെ കാര്യം എടുക്കാം. യൂണിഫോം സർക്കുലർ മോഷൻ്റെ കാര്യം എടുക്കാം. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പല പോയിന്റ്സ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, യൂണിഫോം സർക്കുലർ മോഷനിൽ ഇവിടുത്തെ ടാൻജൻഷ്യൽ വെലോസിറ്റി ഇങ്ങനെയാണ്, ഇവിടുത്തെ ടാൻജൻഷ്യൽ വെലോസിറ്റി ഇങ്ങനെയാണ്, ഇവിടുത്തെ ടാൻജൻഷ്യൽ വെലോസിറ്റി ഇങ്ങനെയാണ്, ഇവിടുത്തെ ടാൻജൻഷ്യൽ വെലോസിറ്റി ഇങ്ങനെയാണ്. ഓരോ സ്ഥലത്തെയും ടാൻജൻഷ്യൽ വെലോസിറ്റി ഇങ്ങനെയാണ്. ഓക്കെ ഓക്കെ ഇനി ഞാനൊരു ഇക്വേഷൻ പറയാൻ പോവാ. V ഈക്വൽ ടു R ഒമേഗ. V ഈക്വൽ ടു R ഒമേഗ. ഇതാണ് ഇക്വേഷൻ. എന്താ V? V എന്ന് പറഞ്ഞാൽ ഈ ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ്. R എന്താ? റേഡിയസ്. ഒമേഗ എന്താ? ഇന്നലൊക്കെ പഠിച്ച സാധനം. എന്താ? ആംഗുലാർ വെലോസിറ്റി. യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ ഒമേഗ എന്താ? കോൺസ്റ്റന്റ് ആണ്. റേഡിയസ് എന്തായാലും ഒരു സർക്കുലർ മോഷനിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. യൂണിഫോം സർക്കിൾ. അതെന്താ ഞാൻ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയാൻ കാരണം? ഇതാ ഇവിടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇവിടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇവിടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇവിടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇവിടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. കണ്ടില്ലേ? ഡയറക്ഷൻ ഇങ്ങനെ മാറി വരികയാണ്. ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ്. ഓരോ സ്ഥലത്തു നിന്നും കയറ് വിട്ടാൽ പോകുന്നത് ഓരോ ഡയറക്ഷനിലാണ്. ശരിയല്ലേ? അപ്പൊ യൂണിഫോം സർക്കുലർ മോഷനിൽ ലീനിയർ വെലോസിറ്റി അല്ലെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ബട്ട് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. ഡയറക്ഷൻ ഇങ്ങനെ പ്ലേസ് ടു പ്ലേസ് മാറിക്കൊണ്ടേയിരിക്കും യൂണിഫോം സർക്കുലർ മോഷനിൽ.
ഇനി നിങ്ങൾക്ക് അവിടെ ഒരു അപ്പോൾ അത് എഴുതി വെച്ചോളൂ. In a uniform circular motion, the magnitude of linear velocity is a constant, while its direction continuously changes. Since direction of velocity changes, we say there is an acceleration. Velocity ഒരു വെക്ടർ അല്ലേ? ഒരു വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും നമ്മൾ പറയും വെലോസിറ്റി മാറിയെന്ന്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും നമ്മൾ പറയും വെലോസിറ്റി മാറിയെന്ന്, അല്ലേ? അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ലെങ്കിലും എന്ത് മാറുന്നുണ്ട്? ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ഉണ്ട്, പക്ഷെ ഡയറക്ഷനാണ് മാറുന്നതെന്ന് മാത്രം. അങ്ങനെ വെലോസിറ്റി മാറുമ്പോൾ എന്തുണ്ടെന്ന് നമ്മൾ പറയാ? എന്തുണ്ടെന്നാ പറയാ? അതെ, ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയും. വെലോസിറ്റി മാറുമ്പോഴാണ് ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഉണ്ടോ? ഉണ്ട്. ആ ആക്സിലറേഷൻ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിയതുകൊണ്ടാണോ? അല്ല, മാഗ്നിറ്റ്യൂഡ് ഒരു കോൺസ്റ്റന്റ് ആണ്. v = r ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറയുന്നത്? അതെ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തതുകൊണ്ട്. അങ്ങനെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത് കൊണ്ടുണ്ടാവുന്ന ആക്സിലറേഷന്റെ പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. കാരണം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കാൻ കാരണം ആക്സിലറേഷൻ സെൻട്രലോട്ടായിരിക്കും. കണ്ടില്ലേ? ആക്സിലറേഷൻ സെൻട്രലോട്ടായിരിക്കും. എപ്പോഴും എല്ലാ സ്ഥലത്തും ആക്സിലറേഷൻ സെൻട്രലോട്ടായിരിക്കും. ആ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ v²/r. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ അപ്പോൾ എഴുതി വെച്ചോളൂ. Due to the change in the direction of circular motion, due to the change in the direction of linear velocity, there is an acceleration known as centripetal acceleration. And the centripetal acceleration is given by AC = v²/r. AC = v²/r. ഓക്കെ. ഇനി v എന്താ നമ്മൾ പഠിച്ചേ? r ഒമേഗ എന്നല്ലേ പഠിച്ചേ? അപ്പോൾ r ഒമേഗ ² എന്നായി. അതെന്തായിരുന്നു? r² ω²/r² എന്നാവും. അതെന്താ? r എന്നാവും. ഇവിടെ സ്ക്വയർ വെട്ടിപ്പോ r ω² എന്നാവും. അതും സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ മറ്റൊരു ഫോമാണ്. അപ്പോഴും ഞാൻ നിങ്ങളോട് AC = v²/r എങ്ങനെ കിട്ടി, v = r ഒമേഗ എങ്ങനെ കിട്ടിയെന്ന് പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ ഓക്കെ. ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? ടാൻജൻഷ്യൽ ആണ്. ആക്സിലറേഷന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? റേഡിയൽ ആണ്. ടുവേർഡ്സ് ദ സെന്റർ ആണ്, അലോങ് ദി റേഡിയസ്. റേഡിയസിലൂടെ അത് സെന്ററിലോട്ടാണ്. ഓക്കെ. ഇനി നമുക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ സംഭവം, ഇതെന്താണ്? സർക്കുലർ മോഷൻ. ഇവിടുന്ന് ഒരു ബോഡി എയിൽ നിന്ന് ബിയിലെത്തി, വളരെ ചെറിയ ദൂരമാണ് കേട്ടോ. d∠θ ആംഗിൾ കവർ ചെയ്തു, കുഴപ്പമില്ലല്ലോ. അപ്പോൾ എയിൽ നിന്ന് ബിയിലെത്തി. ഈ എ ബി ആണെന്ത്? dx. എന്താ അത്? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. കുഴപ്പമില്ലല്ലോ. r ആണെന്ത്? റേഡിയസ്. അപ്പോൾ എഴുതി വെച്ചോളൂ. കൺസിഡർ എ ബോഡി following a circular motion of radius r in a very small time dt. In a very small time dt, it sweeps an angle dθ and it reaches B from A as shown in the figure. Let dx be the linear displacement for very small angle. For very small angle, angle dθ = arc length divided by radius. ശരിയല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു.
കാര്യം എന്താ സംഭവം? അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ ഒരു ആംഗിൾ എടുക്കുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കൂലേ? അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കൂലേ? അപ്പോൾ ഈ ആംഗിൾ അല്ലേ ഡി തീറ്റ. അപ്പോൾ ടാൻ ഡി തീറ്റ എന്താ? ടാൻ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ആർ. ശരിയല്ലേ? ഡി എക്സ് ബൈ ആർ. ചെറിയ ആംഗിളിന്റെ ടാൻ തീറ്റയും സെയിം ആണ്. അപ്പോൾ ടാൻ ഡി തീറ്റ എന്തിന് സമാണ്? ഡി തീറ്റയ്ക്ക് സമാണ്. അപ്പോൾ അത് ഡി എക്സ് ബൈ ആർ ആണ്. അങ്ങനെയാണ് കിട്ടുന്നത്. സോ ഡി തീറ്റ ഈക്വൽ ടു വാട്ട്? ഡി എക്സ് ബൈ ആർ. ദെയർഫോർ ഡി എക്സ് എന്ത് കിട്ടി? ആർ ഡി തീറ്റ. Now tangential velocity എന്താ? Tangential velocity എന്താ? V അല്ലേ? അതെന്താ? dx by dt അല്ലേ? Rate of displacement. അതല്ലേ വെലോസിറ്റി? അതെങ്ങനെ എഴുതാം? d by dt of r d theta. ഇതിൽ റേഡിയസ് മാറുന്നില്ലല്ലോ ടൈമിനനുസരിച്ച്. റേഡിയസ് ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ? ഒരു സർക്കുലർ മോഷനിൽ റേഡിയസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റിന് നമ്മൾ പുറത്തെടുത്തു ആർ ഡി തീറ്റ ബൈ ഡി ടി. ആർ ഡി തീറ്റ ബൈ ഡി ടി. മക്കൾ പറയും ഇതെന്താ പഠിച്ച നമ്മൾ? ഡി തീറ്റ ബൈ ഡി ടി. വെരി ഗുഡ്. ഡി തീറ്റ ബൈ ഡി ടി വാസ് ഒമേഗ. അപ്പോൾ എങ്ങനെ കിട്ടി? വി ഈക്വൽ ടു ആർ ഒമേഗ. So velocity is equal to r omega. ഇതല്ലേ ഞാൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞേ. ഓക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇടയിലുള്ള വാക്കുകളൊക്കെ ചേർത്തിട്ട് വേണം നോട്ട് എഴുതാൻ, ഡെറിവേഷൻ എഴുതാൻ. വെറും ഇക്വേഷൻസ് മാത്രം എഴുതിയാൽ പോരാ. അപ്പം ടാൻജൻറ്റ് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് ഈ വിയും ഒമേഗയും തമ്മിലുള്ള വ്യത്യാസം? വി ലീനിയർ വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ്. ഒമേഗ ആംഗുലാർ വെലോസിറ്റിയാണ്. ടാൻജൻഷ്യൽ വെലോസിറ്റി ഓരോ നിമിഷവും മാറി വരും. പക്ഷെ ആംഗുലാർ വെലോസിറ്റി ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ ഡയറക്ഷൻ ആക്സിയൽ ആണ്. ലീനിയർ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് നേരത്തെ. ഓക്കെ. ഇനി അടുത്തൊരു സാധനം, റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്. എന്താ ഫ്രീക്വൻസി? Frequency is the number of rotations per unit time. Unit time. ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആണ് ഫ്രീക്വൻസി. ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. എല്ലാ 2 ദിവസവും കൂടുമ്പോൾ എനിക്ക് ലോട്ടറി അടിച്ചാൽ അമ്പടാ. എല്ലാ 2 ദിവസവും കൂടുമ്പോൾ എനിക്ക് ലോട്ടറി അടിച്ചാൽ, വലിയ പൈസൻ്റെ ലോട്ടറി എന്ന് വിചാരിക്കുക, 30 ദിവസമുള്ള ഒരു മാസത്തിൽ എനിക്ക് എത്ര പ്രാവശ്യം ലോട്ടറി അടിക്കും? നിങ്ങൾ എന്താ ചെയ്യുക? 30 days അല്ലേ? ഡിവൈഡഡ് ബൈ എത്രയാ? 2 എന്താ? പീരിയോഡിക് ആയിട്ട് സംഭവിക്കുന്ന സംഗതിയാണ് അല്ലേ? ഓരോ 2 ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് ലോട്ടറി അടിക്കുന്നത്. അപ്പം എണ്ണം കിട്ടാൻ നമ്മളോട് പറഞ്ഞ സമയത്തെ എത്ര സമയം കൊണ്ട് ആവർത്തിക്കുന്നു എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 15 ആയിരിക്കും എൻ്റെ ഫ്രീക്വൻസി ഓഫ് ഗെറ്റിംഗ് ലോട്ടറി. ഒരു മാസം എനിക്ക് 15 തവണ. ഇവിടെ എന്താ സ്ഥിതി? നമ്മളുടെ ഹിയർ ഇത് നിങ്ങൾ നോട്ട് ചെയ്തേണ്ട. റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ടൈം ഇടുക. കൺസിഡർ യൂണിറ്റ് ടൈം ഈക്വൽ ടു വാട്ട്? 1 second. ഓക്കെ. ഇനി റിപ്പീറ്റേഷൻ ഹാപ്പൻസ് at interval equal to എത്രയാ? T seconds. ശരിയല്ലേ? ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന ടൈമല്ലേ T second. അപ്പം അത് തന്നെ വീണ്ടും ഒരു T second കഴിയുമ്പോൾ ഒരു കറക്കം കഴിഞ്ഞു, ഒരു T second കഴിയുമ്പോൾ രണ്ടാമത്തെ കറക്കം കഴിഞ്ഞു. അപ്പോൾ റിപ്പീറ്റേഷൻ സംഭവിക്കുന്നത് ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ലോട്ടറി അടിച്ചു എന്ന് പറയും പോലെ അല്ലേ? റിപ്പീറ്റേഷൻ സംഭവിക്കുന്നത് എത്ര സമയം കഴിയുമ്പോഴാണ്? T seconds കഴിയുമ്പോഴാണ്. Therefore ഫ്രീക്വൻസി എന്താ? നമ്മളോട് പറഞ്ഞ സമയത്ത് 1 second ഡിവൈഡഡ് ബൈ T seconds. അതല്ലേ നമ്പർ ഓഫ് ഇറ്റ് ഹാപ്പൻസ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ ഫ്രീക്വൻസി ഈക്വൽ ടു എന്തായി? 1/T എന്നായി. ഇതാണ് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിൽ കണക്റ്റഡ് ആവുന്നത്. ഇനി ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അടുത്ത സൈഡിലേക്ക് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ആംഗുലാർ വെലോസിറ്റി.
എഴുതി വെച്ചോളൂ. കൺസിഡർ എ ബോഡി ഫോളോയിങ് എ സർക്കുലർ ട്രാക്ക്. Okay, angular velocity omega equal to angle covered divided by what? Time. അത് എഴുതിയോ? ഇനി എഴുതുക. In one time period, the body covers 2 pi radian, 360 degree, അല്ലേ? 360 ഡിഗ്രി അല്ലേ കറങ്ങുക ഒരു പീരീഡിൽ. ഒരു പ്രാവശ്യം ഫുൾ കറങ്ങുന്ന സമയത്തിൻ്റെ പേരല്ലേ ഒരു പീരീഡ്. ഒരു പ്രാവശ്യം ഫുൾ കറങ്ങുക എന്ന് പറഞ്ഞാൽ എത്ര കറങ്ങണം? 360 ഡിഗ്രി കറങ്ങണം. 360 എന്ന് പറഞ്ഞാൽ 2 pi radian. അപ്പം ഇന്നെ ടൈം ഈക്വൽ ടു പീരീഡ് ഇറ്റ് കവേഴ്സ് ആൻ ആംഗിൾ 2 pi radian. എഴുതിയില്ലേ? Therefore omega equal to angle covered is 2 pi by t. That's it. ഇനി we have 1 by t എന്താ? ഫ്രീക്വൻസി. അപ്പം എങ്ങനെ എഴുതാം? ഒമേഗ ഈക്വൽ ടു 2 pi f എന്ന് എഴുതാം. ഒമേഗയ്ക്ക് എന്ത് എഴുതാം? 2 pi f എന്ന് എഴുതാം. ഓക്കെ ഓക്കെ, മനസ്സിലാവണില്ലേ പറയണം അല്ലേ? റെഡി. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എന്ത് മോഷനാണ്? യൂണിഫോം സർക്കുലർ മോഷനാണ്. വേർ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. ഇനി അടുത്ത സൈഡിൽ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എഴുതിയോ? എന്നിട്ട് ചുവട്ടിൽ എഴുതുക. ഇൻ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ the angular velocity continuously changes. Okay, let delta omega is the change in angular velocity during a time interval delta t. Then angular acceleration, ഒന്നുമില്ല മറ്റേ പോലെ തന്നെ, angular acceleration ആൽഫ കൊണ്ടാണ് കാണിക്കുക. എന്താ? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. സോറി, ഡെൽറ്റ തീറ്റ അല്ല, ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. മറ്റേടത്ത് നമ്മൾ ആക്സിലറേഷൻ പഠിച്ചില്ലേ? അവിടെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അല്ലേ? ഇവിടെ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. ഒരു വ്യത്യാസവും ഇല്ല. അപ്പം എന്ത് സംഭവിച്ചാൽ ഇഫ് ആംഗുലാർ വെലോസിറ്റി ചേഞ്ചസ് വി സേ ദർ ഇസ് ആൻ ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ എന്താണ്? ആംഗുലാർ ആക്സിലറേഷൻ. ലീനിയർ വെലോസിറ്റി മാറുമ്പോൾ ഉണ്ടാവുന്നതാണ് ലീനിയർ ആക്സിലറേഷൻ. ആംഗുലാർ വെലോസിറ്റി മാറുമ്പോൾ ഉണ്ടാവുന്നതാണ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പം ആംഗുലാർ വെലോസിറ്റി മാറിയാൽ, യു ഗോട്ട് ഇറ്റ്, ആംഗുലാർ വെലോസിറ്റി മാറിയാൽ ദർ ഇസ് ആൻ ആംഗുലാർ ആക്സിലറേഷൻ. ആൻഡ് ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ ആക്സിലറേഷൻ എങ്ങനെ എഴുതും? നമ്മൾ പഠിച്ചാണ്. ലിമിറ്റ് ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു 0 ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. ഇത് നമുക്ക് എന്തും വിളിക്കാം? ഡി ഒമേഗ ബൈ ഡി ടി എന്ന് വിളിക്കാം. ഡി ഒമേഗ ബൈ ഡി ടി എന്ന് വിളിക്കാം. ഇതിപ്പോൾ ആരെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ? നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. അവിടെ ആംഗുലാർ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് അല്ല. സമയത്തിനനുസരിച്ച് ആംഗുലാർ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയത്തിനനുസരിച്ച് ആംഗുലാർ വെലോസിറ്റി മാറിക്കൊണ്ടിരുന്നാൽ നമ്മൾ പറയും അവിടെ ഒരു ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ട്. ആ ആംഗുലാർ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് ആൽഫ. ഇതെന്താ നമ്മൾ പഠിച്ച്? റേഡിയൻ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്. ദാറ്റ് വിൽ ബി റേഡിയൻ സെക്കൻഡ് റേസ് ടു -2. റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർഡ്. ഇതാണ് ആംഗുലാർ ആക്സിലറേഷൻ്റെ യൂണിറ്റ്. ഓക്കെ, ഇനി ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടാവുമ്പോൾ കറസ്പോണ്ടിംഗ്ലി ഒരു ലീനിയർ ആക്സിലറേഷൻ. കാര്യം എന്താ? ആംഗുലാർ വെലോസിറ്റി മാറുമ്പോൾ നോക്കണേ, ആംഗുലാർ വെലോസിറ്റി മാറുമ്പോൾ ലീനിയർ വെലോസിറ്റി മാറൂലേ? എന്താ? വി ഈക്വൽ ടു ആർ ഒമേഗ എന്നല്ലേ നമ്മൾ പഠിച്ചേ? വി ഈക്വൽ ടു ആർ ഒമേഗ എന്നാ പഠിച്ചത്. എന്താ നോക്കിയോ? വി ഈക്വൽ ടു ആർ ഒമേഗ എന്നാ പഠിച്ചത്. ഒമേഗ മാറിയാൽ എന്തും മാറും? വിയും മാറും. ഒമേഗ മാറിയാൽ വിയും മാറും. അപ്പോ ഓക്കെ, ഒമേഗ മാറിയാൽ വിയും മാറും. നോക്കാം. ഒമേഗ മാറുമ്പോൾ വിയും മാറും. അങ്ങനെ ഉണ്ടാകുന്ന ആക്സിലറേഷന്റെ പേരാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. എന്തേ കാര്യം? വി ആരാ? ടാൻജൻഷ്യൽ വെലോസിറ്റി അല്ലേ? അപ്പൊ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടാൻജൻഷ്യൽ വെലോസിറ്റി. ഈ വി ടി എന്ന് ഉദ്ദേശിച്ച ടാൻജൻഷ്യൽ ആണ്. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കാര്യം ഒന്നും കൂടി പറയാം.
നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ ആംഗുലാർ വെലോസിറ്റി മാറുന്നത് കൊണ്ട് ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ട്. ആംഗുലാർ വെലോസിറ്റി മാറിയാൽ ടാൻജൻഷ്യൽ വെലോസിറ്റി മാറും. കാരണം ടാൻജൻഷ്യൽ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റിയുമായി കണക്റ്റഡ് ആണ്. വി ടി ഈക്വൽ ടു ആർ ഒമേഗ. അപ്പോൾ ഒമേഗ മാറിയാൽ വി ടി മാറും. അങ്ങനെ വി ടി മാറിയാൽ, ആര് മാറിയാൽ? ടാൻജൻഷ്യൽ വെലോസിറ്റി മാറിയാൽ അവിടെ ഒരു ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാവും. അതെന്താ? ഡി ബൈ ഡി ടി ഓഫ്, നമ്മൾ എന്താ പഠിച്ചേ? വി ടി ടാൻജൻഷ്യൽ വെലോസിറ്റി വാസ് ആർ ഒമേഗ. അപ്പൊ ഇവിടെ വീണ്ടും റേഡിയസ് ഒരു കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. ഇൻറ്റു വാട്ട്? ഡി ഒമേഗ ബൈ ഡി ടി. ദാറ്റ്സ് ഇറ്റ്. ഡി ഒമേഗ ബൈ ഡി ടി. ഓക്കെ. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഈ ഡി ഒമേഗ ബൈ ഡി ടി ആരാ? ഡി ഒമേഗ ബൈ ഡി ടി ആരാ? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, അല്ല സോറി, ആംഗുലാർ ആക്സിലറേഷൻ. എന്താ അത്? ആൽഫ. സോ ഇറ്റ് ഈസ് വാട്ട്? ആർ ആൽഫ. അപ്പൊ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. അപ്പൊ കറക്കത്തിന്റെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നു, കറക്കത്തിന്റെ സ്പീഡ് മാറുന്നത് കൊണ്ട് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നു. നമുക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു നോൺ യൂണിഫോം സർക്കുലർ മോഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എങ്ങനെ? ഇങ്ങനെ കറങ്ങി പോണ ബോഡിയാണ്, സ്പീഡ് ഇങ്ങനെ കൂടി 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 പോയി കറങ്ങാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിക്കോ, ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? നോൺ യൂണിഫോം സർക്കുലർ മോഷൻ, അങ്ങനെ കറങ്ങാണ്. അപ്പോൾ ഓരോ സമയത്തും എന്ത് മാറുന്നുണ്ട്? അപ്പോൾ ഒരു സ്ഥലത്ത് അതിന്റെ വെലോസിറ്റി കൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി കൂടി കൂടി വരുമ്പോൾ അവിടെ എന്തുണ്ട്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ട്. പിന്നെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് എന്തുകൊണ്ട്? സെൻട്രിപിറ്റൽ ആക്സിലറേഷനും ഉണ്ട്. അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ റേഡിയസിലൂടെയാണ്, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ടാൻജൻഷ്യലിയാണ്. അപ്പോൾ ഇവിടെ രണ്ട് ആക്സിലറേഷൻസ് ഉണ്ട്. But due to change in the direction of velocity, there is centripetal acceleration. Due to change in the magnitude of the tangential velocity, there is a tangential acceleration. അപ്പോൾ ഒരു ബോഡിക്ക് രണ്ട് ആക്സിലറേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ റിസൾട്ടന്റ് ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? എന്ത് ചെയ്താൽ മതി? വെക്ടോറിക്കൽ അഡീഷൻ നടത്തുക. ഇതും കൂടെ ആഡ് ചെയ്താൽ ഇതല്ലേ കിട്ടുക? അപ്പൊ ഇതാണ് റിസൾട്ടന്റ് ആക്സിലറേഷൻ, നെറ്റ് ആക്സിലറേഷൻ. അപ്പൊ നെറ്റ് ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നെറ്റ് കണ്ടുപിടിക്കാൻ സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെയും ടാൻജൻഷ്യൽ ആക്സിലറേഷന്റെയും കൂടെ സം കണ്ടുപിടിച്ചാൽ മതി. ആ നെറ്റ് ആക്സിലറേഷന്റെ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ട് വെക്ടറിന്റെ സമ്മിന്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചാണ്. റൂട്ട് ഓഫ് എ സി സ്ക്വയർ പ്ലസ് എ ടി സ്ക്വയർ പ്ലസ് 2ac at cos 90 because they are perpendicular. So that is equal to root of what? ac square plus at squared. Ready? ഇനിയോ ഒരു വെക്ടർ പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ പോരാലോ, ഡയറക്ഷനും പറയണം. ഡയറക്ഷൻ പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിൾ പറയാം. നമുക്ക് തൽക്കാലം റേഡിയസുമായിട്ട് ഉണ്ടാക്കിയ ഈ ആംഗിൾ പറയാം, തീറ്റ. എന്താണ് ആ തീറ്റ? റിസൾട്ടന്റ് ആംഗിൾ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഫൈ ആയിക്കോട്ടെ, തീറ്റ എന്ന് പറഞ്ഞു കൺഫ്യൂഷൻ ആണ്. ഫൈ. സോ ടാൻ ഫൈ. എന്താ ടാൻ ഫൈ? ടാൻ ആംഗിൾ പറയാനാണ്, ഡയറക്ഷൻ പറയാൻ. റേഡിയസിൽ നിന്ന് ഇത്ര ആംഗിൾ എന്ന് പറഞ്ഞാൽ പോരെ, ഡയറക്ഷൻ പറയാൻ. അപ്പൊ ടാൻ ഫൈ ഇത് 80 ആകുമ്പോൾ ഇതും 80 തന്നെ. സോ ഓപ്പോസിറ്റ് സൈഡ് ഈസ് 80 ബൈ എ സി. സോ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 80 ബൈ എ സി. അപ്പൊ റിസൾട്ടന്റ് ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി, റിസൾട്ടന്റ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനും കിട്ടി. നോൺ യൂണിഫോം സർക്കുലർ മോഷനും പഠിച്ചു. ഓക്കെ, ഇനി ഒരു ജോലിയും കൂടെ ബാക്കിയുണ്ട്. സെൻട്രിപിറ്റൽ ആക്സിലറേഷന് ഞാൻ v²/r എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അത് പ്രൂവ് ചെയ്യണം. നമുക്കടുത്ത് നോക്കാം. ഓക്കെ, ഉഷാറല്ലേ? ഇത് 2-3 തവണ കാണണം കേട്ടോ, അസലായിട്ട് കാണണം. പറഞ്ഞ കാര്യങ്ങളിൽ ഓരോ പോയിന്റും മനസ്സിലാക്കി വെക്കണം. നോട്ട് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻസും കൂടെ എഴുതാൻ ശ്രമിക്കണം. മിടുക്കരായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.